ഇന്ന് ജൂൺ 9, 2024 ഞായറാഴ്ച. ഇന്നത്തെ വാർത്തകളാണ്. ഇന്നത്തെ വാർത്തകൾ ഞാൻ കുറച്ചുകൂടി അപഗ്രഥിച്ച്, അതായത് കുറച്ചുകൂടി ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഇന്നലെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോ പുതിയ തുടക്കം, 3ാം വട്ടം മോദി ഇന്ന് സത്യപ്രതിജ്ഞ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാം NDA സർക്കാർ ഞായറാഴ്ച അധികാരമേൽക്കും. വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാഹുൽ പ്രതിപക്ഷ നേതാവായേക്കും. ശനിയാഴ്ച ചേർന്ന വിപുലീകൃത കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. തെലുങ്കാനയുടെ ഗോഡ് ഫാദറിന് വിട. മാധ്യമ സിനിമാ രംഗത്തെ അതികായൻ രാമോജി റാവു അന്തരിച്ചു. ഹൈദരാബാദ്. തെലുങ്ക് മാധ്യമ ലോകത്തെ അതികായനും ഈനാട് മാധ്യമ ഗ്രൂപ്പ് സ്ഥാപകനും രാമോജി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ചെയർമാനുമായ രാമോജി റാവു 88 അന്തരിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ മാതൃഭൂമി പേപ്പറിന്റെ ഫ്രണ്ട് പേജിലെ വാർത്തകൾ. രണ്ടാമത്തെ പേജില് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ വികസന വൈബിൽ തൃശൂർ. തൃശൂരിന്റെ വികസനത്തിനായി ചില സ്വപ്ന പദ്ധതികൾ മുന്നോട്ട് വെച്ചാണ് സുരേഷ് ഗോപി വോട്ട് തേടിയത്. ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം നേടിയ വലിയ ഭൂരിപക്ഷത്തിനു പിന്നിൽ തൃശൂരിന്റെ ആ വികസന സ്വപ്നങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. 10 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഞാനതിൽ 5 എണ്ണം വായിക്കാം. കൊച്ചി മെട്രോ തൃശൂരിലേക്ക്. അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിക്കുന്ന ഈ ബദൽ എളുപ്പമല്ല. കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വഴി തൃശൂരിലേക്ക് മെട്രോ എത്തിയാൽ കൊച്ചിയുടെ ഇരട്ട സിറ്റിയായി തൃശൂർ മാറും. ശക്തൻ മാർക്കറ്റ് ആധുനികവൽക്കരിക്കും. തൃശൂരിന്റെ വികസനത്തിൽ ഏറെ പ്രാധാന്യമുള്ള ശക്തൻ മാർക്കറ്റ് ആധുനികവൽക്കരണം മനസ്സുവെച്ചാൽ നടക്കാവുന്ന പദ്ധതിയാണ്. നഗരത്തെ മാലിന്യത്തിൽ നിന്നും വെള്ളക്കെട്ടിൽ നിന്നും മോചിപ്പിക്കും. നല്ലൊരു മഴ പെയ്താൽ നഗരത്തിൽ വെള്ളക്കെട്ട് പതിവായി. അന്താരാഷ്ട്ര സൗകര്യമുള്ള നോളജ് സിറ്റിയെ തൃശൂരിനെ വളർത്തിയെടുക്കും. IT ഗവേഷണ കേന്ദ്രങ്ങളും ലൈബ്രറികളും ഉൾപ്പെടുന്ന വലിയ സമുച്ചയം കോർപ്പറേഷൻ സഹകരണത്തോടെ സ്ഥാപിക്കുമെന്നാണ് വാഗ്ദാനം. തൃശൂർ ഗുരുവായൂർ റെയിൽപാത ഇരട്ടിപ്പിക്കും. തൃശൂരിൽ നിന്ന് തിരൂർ വരെ റെയിൽവേ ലൈൻ നീട്ടുകയും ചെയ്യുകയെന്നത് ഏറെ കാലത്തെ ആവശ്യമാണ്. കോൺഗ്രസ് ഓഫീസിലെ കൂട്ടത്തല്ല്, 2 വിഭാഗങ്ങളുടെയും പേരിൽ കേസ്. DCC പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ 27 ആളുകളുടെ പേരിലാണ് കേസ്. DCC ഓഫീസിൽ വെള്ളിയാഴ്ച നടന്ന കൂട്ടത്തല്ലിൽ 2 വിഭാഗങ്ങളുടെയും പേരിൽ കേസുകൾ. ഇരുചേരിയിലുമുള്ള പ്രസിഡന്റ് ജോസ് വള്ളൂരും ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചിറയും ഉൾപ്പെടെ 27 ആളുകളുടെ പേരിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. ഉള്ളിൽ പുകഞ്ഞത് പുറത്തേക്ക്. തൃശൂർ തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ജില്ലാ നേതാക്കൾ ഉള്ളിലൊതുക്കിയ ഗ്രൂപ്പ് വികാരമാണ് ഇപ്പോൾ അണപൊട്ടി പുറത്തുവരുന്നത്. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവും തൃശൂരിലേക്കുള്ള വരവും പാർട്ടിയെ ഒറ്റക്കെട്ടാക്കി നിർത്തി എന്നെല്ലാം അവകാശപ്പെട്ടിരുന്നെങ്കിലും യാഥാർത്ഥ്യം അതായിരുന്നില്ല. സ്ഥാനാർത്ഥി എത്തിയ സമയത്തെ ആവേശം പിന്നീട് അങ്ങോട്ടുണ്ടായില്ല എന്നതാണ് പ്രധാന ആരോപണം. ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം വൈകുന്നു. ഉപ്പുവെള്ളം പേടിച്ച് കർഷകർ. മുല്ലശ്ശേരി. ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം വൈകുന്നത് മൂലം കർഷകരും പ്രാദേശിക നിവാസികളും ആശങ്കയിൽ. ഷട്ടറുകൾ സ്ഥാപിക്കാൻ വൈകിയാൽ കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയിലാണിവർ. മഴക്കാലം എത്തിയതോടെ വളയം കെട്ട് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. മണ്ണാവ് പാടത്ത് മാലിന്യം കുഴിച്ചുമൂടി. തിരിച്ചെടുപ്പിക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. പുത്തൂർ. പുഴമ്പള്ളം മണ്ണാവിൽ വൻതോതിൽ മാലിന്യം തള്ളി മണ്ണിട്ട് മൂടിയത് നാട്ടുകാർ തടഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സമീപത്തെ ഭൂവുടമയുടെ അറിവോടെ മാലിന്യം കൊണ്ടുവരാൻ തുടങ്ങിയത്. ആശുപത്രി മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുമാണ് മൂടിയത്. 5 ടോറസിലാണ് മാലിന്യം കൊണ്ടുവന്നത്. ഇതിൽ 3 ലോഡ് സ്ഥലത്ത് മൂടിയിരുന്നു. അവയവ തട്ടിപ്പ്. ഇറാനിലെത്തി വൃക്ക നൽകിയ ഷമീറിനെ കണ്ടെത്തി. അവയവക്കടത്ത് റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട് ഇറാനിലെത്തി വൃക്ക നൽകിയ പാലക്കാട് സ്വദേശി ഷമീർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. അവയവക്കടത്ത് വിവാദമായതിനെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞ ഷമീറിനെ ബാംഗ്ലൂരിൽ
ബാംഗ്ലൂരുവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഏപ്രിൽ അവസാനമായാണ് ഷമീർ വൃക്ക നൽകിയത്. മെയ്യിൽ തിരികെ നാട്ടിലെത്തി. അതിനിടെയാണ് അവയവ തട്ടിപ്പ് കേസ് പുറത്തുവന്നത്. ഇതോടെ ഷമീർ ഒളിവിൽ പോയി. ലഭിച്ചത് 6 ലക്ഷം രൂപ. വൃക്ക നൽകിയതിലൂടെ 6 ലക്ഷം രൂപയാണ് കിട്ടിയതെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ ഷമീർ സമ്മതിച്ചു. അവയവ തട്ടിപ്പ് സംഘം സ്വീകർത്താക്കളിൽ നിന്ന് 50 മുതൽ 75 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുമ്പോഴാണ് ഇരകൾക്ക് തുച്ഛമായ തുക നൽകിയിരുന്നത്. നീറ്റ് യുജി വിവാദം പരിശോധിക്കാൻ സമിതി. പ്രവേശന നടപടികളെ ബാധിക്കില്ല. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ നീറ്റ് യുജി ഗ്രേസ് മാർക്ക് നൽകിയതുൾപ്പെടെയുള്ള വിവാദങ്ങൾ അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ 4-അംഗ സമിതി രൂപീകരിച്ചു. ആരോപണവും വിശദീകരണവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ തന്നെ. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചത് ക്രമക്കേടുകൾ മറയ്ക്കാനാണെന്ന ആരോപണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA തള്ളി. ജൂൺ 14-നാണ് ഫലപ്രഖ്യാപനം നിശ്ചയിച്ചതെങ്കിലും മൂല്യനിർണ്ണയം വേഗത്തിൽ പൂർത്തിയായതോടെയാണ് ഫലം 4-ന് തന്നെ പ്രഖ്യാപിച്ചത്. നികൃഷ്ടജീവിക്ക് ശേഷം വിവരദോഷികൾ. മിണ്ടാതെ മുഖ്യമന്ത്രി. സർക്കാരിനെതിരെ യാക്കോബ സഭ നിരാണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസിന്റെ വിമർശനത്തിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പ്രയോഗത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസും BJPയും. തിരുത്തലിന് മുഖ്യമന്ത്രിയോ വിമർശനം പിൻവലിക്കാൻ കുറിലോസോ ഇതുവരെ തയ്യാറായിട്ടില്ല. വിമർശനത്തെക്കുറിച്ച് മാർ കുറിലോസ്. ഇടത് അനുകൂലികൾക്കും അമർഷം. ഗീവർഗീസ് മാർ കുറിലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിൽ ഇടത് അനുകൂലികൾക്കും അമർഷം. അതൃപ്തി പ്രകടിപ്പിച്ച ഒട്ടേറെ പേർ സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിട്ടു. ഇന്നത്തെ കോട്ട്: സത്യം പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുകയും വേണം. കെന്നത്ത് എൽ പൈക്ക് അമേരിക്കൻ നരവംശ ഭാഷാ ശാസ്ത്രജ്ഞനാണ്. മൂന്നാം വരവ്. സഖ്യകക്ഷികൾക്കും ക്യാബിനറ്റ് പദവി നൽകും. പ്രധാന വകുപ്പുകൾ BJPക്ക് തന്നെ. സഖ്യകക്ഷികളിൽ നിന്ന് 15ഓളം മന്ത്രിമാർ. ടീം മോദി ഇന്ന് കളത്തിൽ. മൂന്നാം മോദി സർക്കാരിൽ സുപ്രധാന വകുപ്പുകൾ BJPക്ക് തന്നെ കൈവശം വയ്ക്കുമെങ്കിലും സഖ്യകക്ഷികൾക്കും മന്ത്രിസഭയിൽ മികച്ച പരിഗണന നൽകും. പ്രതിരോധം, വിദേശകാര്യം, ആഭ്യന്തരം, ധനകാര്യം എന്നീ വകുപ്പുകളിൽ സഹമന്ത്രി സ്ഥാനങ്ങൾ സഖ്യകക്ഷികൾക്ക് നൽകിയേക്കും. സ്ഥാനമൊഴിയുന്ന സർക്കാരിൽ സഖ്യകക്ഷികളിൽ നിന്ന് 2 സഹമന്ത്രിമാരാണുള്ളത്. പുതിയ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് ഉൾപ്പെടെ 15ഓളം വകുപ്പുകൾ അവർക്ക് ലഭിക്കാം. കൂട്ടുകക്ഷി ഭരണം. 14 സഖ്യകക്ഷികളിൽ ഭൂരിപക്ഷത്തിനും മന്ത്രിസ്ഥാനം നൽകേണ്ടി വന്നേക്കും. മന്ത്രിത്തലവേദന. 16 അംഗങ്ങളുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് 1-2 ക്യാബിനറ്റ് ഉൾപ്പെടെ 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകിയേക്കും. 12 അംഗങ്ങളുള്ള JDUവിനും അത്ര തന്നെ നൽകും. കുറഞ്ഞ അംഗബലം. പ്രതിപക്ഷ നിരയുടെ അംഗബലം കൂടിയതും രാജ്യസഭയിൽ NDAയുടെ അംഗബലം കുറവും ഇനി കടമ്പകളാകും. കഴിഞ്ഞ 2 തവണയും രാജ്യസഭയിൽ അംഗബലം കുറവായിരുന്നെങ്കിലും ഭരണസ്വാധീനം ഉപയോഗിച്ച് TDP, BRS, YSR കോൺഗ്രസ്, AIDMK തുടങ്ങിയ പാർട്ടികളെ മെരുക്കി ബിൽ പാസാക്കിയായിരുന്നു രീതി. വെല്ലുവിളികൾ ഇനിയും ബാക്കി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും ഒട്ടേറെ വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം വിലയിരുത്തി. രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കൽ വഹിച്ച മഹത്തായ സ്ഥാനത്തെത്താൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. പരോക്ഷ വിമർശനവുമായി വെങ്കയ്യും രാംമാധവും. BJP വിമർശനസ്വരം. അഹമ്മദാബാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തിരിച്ചടിയിൽ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പാർട്ടിയുടെ മുൻ നേതാക്കളായ വെങ്കയ്യ നായിഡുവും രാംമാധവും രംഗത്ത് വന്നു. ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റമെന്ന് വെങ്കയ്യ പറഞ്ഞപ്പോൾ എളിമയ്ക്ക് വേണ്ടിയുള്ള ജനവിധിയെന്ന് രാംമാധവ് വിശേഷിപ്പിച്ചു.
കുട്ടികളുടെ അവകാശ ലംഘനം. ഇസ്രായേൽ UN-ന്റെ കരിമ്പട്ടികയിലേക്ക്. രൂക്ഷമായി പ്രതികരിച്ച് ഇസ്രായേൽ. ഹമാസും ഇസ്ലാമിക് ജിഹാദും പട്ടികയിൽ. UN ഗാസ യുദ്ധത്തിൽ കുട്ടികളുടെ അവകാശം ലംഘിച്ചതിനും അവരെ അപകടത്തിലാക്കുന്നതിനും ഇസ്രായേലിനെയും ഹമാസിനെയും കരിമ്പട്ടികയിൽപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ. ഇതിന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതിയോട് അടുത്ത ആഴ്ച ശുപാർശ ചെയ്യും. ഇതേ കാരണത്തിന് ഇസ്ലാമിക് ജിഹാദിനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും ശുപാർശയുണ്ടാകും. സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തൽ. ലോക്സഭ പിരിച്ചുവിട്ടതോടെ ബിൽ അസാധുവായി. ന്യൂഡൽഹി. സ്ത്രീകളുടെ വിവാഹപ്രായം പുരുഷന്മാരുടേതിനൊപ്പം 21 വയസ്സായി ഏകീകരിക്കുന്നതിനായി 2021 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ല് അസാധുവായി. 17ാം ലോക്സഭ പിരിച്ചുവിട്ടതോടെയാണ് ബില്ല് അസാധുവായത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ മാതൃഭൂമി പേപ്പറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. താങ്ക് യു.